പഞ്ചാബിൽ ചോദ്യപേപ്പർ ചോർച്ച വിവാദം പുകയുന്നു. ആയുധമാക്കാൻ BJP പ്രതിരോധിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രി. എന്താണ് ഈ പഞ്ചാബിലെ പേപ്പർ ലീക്ക്? എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ദില്ലിക്ക് സമാനമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കാണാത്തത്? അവിടെ ആം ആദ്മി പാർട്ടി ഭരിക്കുന്നത് കൊണ്ടാണോ അവിടെ അഭിജിത് ദീപ്കെ പോലെ ഉള്ളവർ അവിടെ പ്രൊട്ടസ്റ്റ് നടത്താൻ പോകാത്തത്? ഇന്നലെ അഭിജിത് ദീപ്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഞങ്ങൾ പഞ്ചാബിന്റെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട കാര്യവുമായിട്ട് ഉടനടി ഒരു നടപടി എടുക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ദില്ലി പ്രക്ഷോഭം കഴിഞ്ഞിട്ടും ദില്ലി സമരം വലിയ രീതിയിൽ വിജയകരമായിട്ട് ഉന്നയിച്ച ആവശ്യം എന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും അപ്പോൾ സമരം ഏറെക്കുറെ വിജയത്തിലാവുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി അവർ അടുത്ത നടപടി സ്വീകരിക്കുന്നത് എന്താണെന്നുള്ള കൗതുകത്തിലാണ് ഇവിടത്തെ ജെൻസി പിള്ളേര് അടക്കമുള്ളവർ. കാരണം CJP പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ടല്ലോ, കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്. അവസാനം ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വന്ന പ്രതിപക്ഷ നേതാവായി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരെ ഇവരുടെ ബിഗ് ഫാനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർ എന്തുകൊണ്ട് പഞ്ചാബിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഈ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു CJP പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ. അപ്പൊ എന്തുകൊണ്ട് അഭിജിത് ദീപ്കെ ഇതിനെതിരെ സംസാരിക്കുന്നില്ല? കാരണം ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ നേതൃസ്ഥാനത്തുള്ള അരവിന്ദ് കെജ്രിവാൾ ദില്ലി പ്രക്ഷോഭത്തിൽ വന്ന് ഘോരഘോരം പ്രസംഗിച്ചിരുന്നു. ദില്ലി പ്രക്ഷോഭത്തിൽ വന്ന് സംസാരിച്ച അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെയാണ്: സോനം വാങ്ചുക്കിനെ വിദ്യാഭ്യാസ മന്ത്രി ആക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് തന്നെയാണെങ്കിൽ സോനം വാങ്ചുക്കിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ പെടാപാടുപെട്ട അരവിന്ദ് കെജ്രിവാൾ സ്വന്തം പാർട്ടി റൂളിംഗ് പാർട്ടിയായിട്ട് നിൽക്കുന്ന പഞ്ചാബിലെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഉരിയാടുന്നില്ല? ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി എന്താണ് പേപ്പർ ലീക്ക് പഞ്ചാബിൽ നടന്നത് നമുക്കൊന്ന് നോക്കാം. ഹൈടെക് പരീക്ഷാ തട്ടിപ്പാണ് നടന്നത്. 2026 ജൂലൈയിലാണ് ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി നടപ്പാക്കിയ ഫാർമസി ഓഫീസർ റിക്രൂട്ട്മെന്റ് പരീക്ഷയിലാണ് വൻ തട്ടിപ്പ് നടന്നത്. പേപ്പർ എങ്ങനെ ലീക്കായെന്നല്ലേ ഇതാണ് വിചിത്രം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തന രീതി കൂടി നമുക്ക് പരിശോധിക്കാം. പരീക്ഷ തുടങ്ങിയതിനു ശേഷം പെൻ ക്യാമറ ഉപയോഗിച്ച് ചോദ്യ പേപ്പർ സ്കാൻ ചെയ്ത് വാട്സപ്പ് വഴി പുറത്തേക്ക് അയക്കുകയായിരുന്നു. പുറത്തുനിന്ന് ഉത്തരങ്ങൾ ലഭിച്ച ശേഷം പരീക്ഷ ഹാളിലിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തലപ്പാവിലും സോക്സിലും വസ്ത്രങ്ങൾക്കുള്ളിലും ഒളിപ്പിച്ച ബ്ലൂടൂത്ത് വയർലെസ് ഉപകരണങ്ങൾ വഴി തത്സമയം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു രീതി. ഇങ്ങനെയാണ് പേപ്പർ ലീക്കായത്. പോലീസിന്റെ നടപടി എന്താണെന്ന് നോക്കാം. പഞ്ചാബ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യാജ റാക്കറ്റിന്റെ തലവന്മാരുൾപ്പെടെ 35 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസിന്റെ വിശദീകരണം ഇപ്രകാരമാണ്: ഇത് പരീക്ഷയ്ക്ക് മുൻപേ നടന്ന പേപ്പർ ചോർച്ചയൊന്നുമല്ല. പരീക്ഷ ആരംഭിച്ച ശേഷം, അതായത് ഓൺ ദ സ്പോട്ടിലെ പരീക്ഷാ ഹാളിൽ വെച്ച് ഉത്തരക്കടലാസും ചോദ്യ പേപ്പറും കൊടുക്കുന്ന സമയത്ത് ചോദ്യപേപ്പർ വായിക്കേണ്ട സമയത്ത് ഈ വിദ്യാർത്ഥികൾ തലപ്പാവിലും സോക്സിലും മറ്റു വസ്ത്രങ്ങളിലും, അതായത് ഇൻവിജിലേറ്റർ കാണാത്ത രീതിയിൽ ബ്ലൂടൂത്ത് ഉപകരണങ്ങളും വഴി അത് സ്കാൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ സ്കാൻ ചെയ്തത് പുറത്തേക്ക് വാട്സപ്പ് ത്രൂ പുറത്തേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ അനുവാദമുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ ആണേ. അപ്പൊ ഇനി അത് അയച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അയച്ച ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് പുറമേ നിന്ന് മറുപടി ലഭിക്കുകയും ഇത്തരത്തിലൊരു സ്കാമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെയും മണ്ടന്മാരാകുന്നത്, ഇവിടെയും ഇരകളാകുന്നത്, മര്യാദയ്ക്ക് പഠിച്ച് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ മണ്ടന്മാരാകുന്നത്. പക്ഷേ എന്താണ് വിരോധാഭാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നത്തിൽ പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാൻ ആരും ആവശ്യപ്പെടുന്നില്ല. പഞ്ചാബിലെ മുഖ്യമന്ത്രി ഒട്ടും തന്നെ രാജിവെക്കാൻ ആരും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതെല്ലാം ദില്ലിയിൽ മാത്രമാണ് ഇവർക്ക് പ്രശ്നം. നീറ്റ് എക്സാം മാത്രമാണോ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇവിടെ പ്രശ്നം അപ്പോൾ മോദിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവരുടെയൊക്കെ ടാർഗറ്റ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരേ സമയം അവിടെ ആരംഭിച്ചപ്പോൾ ഇവിടെ ആരംഭിച്ചില്ല? ഇനി കേരളത്തിലേക്ക് നമുക്ക് വരാമല്ലോ. കേരളത്തിലെ PSC എക്സാമിലും ഇവർ ഇതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവതലമുറയുടെ ഭാവിയെ പറ്റി ആകുലതപ്പെടുന്ന ആളുകളാണ് അവിടെ കൂട്ടം കൂടിയതെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം പറയണം. ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അഭിജിത് ദീപ്കെയുടെ ഇരട്ടത്താപ്പ് നിലപാട് അവസാനിപ്പിച്ച് ഞങ്ങൾ പഞ്ചാബിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വരികയല്ല, നിങ്ങൾ വന്ന് തന്നെ കാണിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാനായിട്ട് സമരം ചെയ്ത് കാണിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയാം നിങ്ങൾ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളാണെന്ന്.